ഹായ്. അപ്പോൾ ഇന്ന് മനസ്സിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ ഈ മനസ്സെന്താണെന്ന് പൊതുവെ പലർക്കും ഒരു ധാരണയില്ല. അതിൽ ഞാൻ ബേസിക്കായിട്ട് മനസ്സെന്താണെന്ന് മനസ്സിലാകാൻ വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം രമണ മഹർഷിയും ജിത്തു കൃഷ്ണമൂർത്തിയൊക്കെ പറഞ്ഞ കാര്യമാണ് ഞാനീ പറയുന്നത്. അതായത് ചിന്തകളുടെ ഒരു കൂമ്പാരമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിലിങ്ങനെ ഒരുപാട് ചിന്തകൾ വന്ന് വന്ന് പോവുകയാണ്, തോട്ട്സ് വന്ന് വന്ന് പോവുകയാണ്. ഈ തോട്ട്സിനെ എല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള ആ ഒരു ഫീൽഡിനെ നമ്മൾ പറയുന്നതാണ് മനസ്സ്. അതായത് ചിന്തയില്ലെങ്കിൽ മനസ്സുമില്ല. വെരി സിമ്പിൾ. സോ മനസ്സിനെ ഇല്ലാതാക്കിയാൽ ചിന്ത പൂർണ്ണമായും ഇല്ലാതാവും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ചിന്തയിൽ നിന്നാണ് ഉദിക്കുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ചിന്ത അങ്ങ് ഇല്ലാതാക്കിയാൽ മതി. മനസ്സ് പോയി, നോ പ്രോബ്ലം. എന്ത് എളുപ്പമുണ്ടല്ലേ പറയാൻ. എനിക്കൊന്ന് 1970-കളിലോ 80-കളിലോ ആണ് ഒരു ശാസ്ത്രജ്ഞൻ ഡിറൈവ് ചെയ്തത് മനസ്സ് ഉത്ഭവിക്കുന്നത് തലച്ചോറിൽ നിന്നാണ്, ബ്രെയിനിൽ നിന്നാണെന്ന്. പിന്നീട് അദ്ദേഹം തന്നെ അത് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് മാറ്റി പറയാൻ തയ്യാറായെങ്കിലും ശാസ്ത്രം പൂർണ്ണമായ അദ്ദേഹത്തിൻ്റെ തിയറി തള്ളിക്കളഞ്ഞില്ല. ഇന്നും മനസ്സ് ബ്രെയിനിലാണ് ഉത്ഭവിക്കുന്നതെന്ന് പൊതുവായ ഒരു ധാരണ ശാസ്ത്രലോകം വെച്ച് പുലർത്തുകയും എന്നാൽ ബ്രെയിനിൽ എവിടെ നിന്നാണ് സംഭവിക്കുന്നതെന്ന് കണ്ടെത്താൻ സാധിക്കാത്തൊരവസ്ഥയാണ്. ഒരുപാട് ന്യൂറോ പാത്വേസ് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് മനസ്സ് എന്നാണ് ശാസ്ത്രം ഇപ്പോൾ കാണുന്ന ഒരു പൊതുധാരണ. എന്നാൽ ഞാൻ വിചാരിക്കുന്ന മനസ്സ് അങ്ങനെയല്ല. മനസ്സ് ഒരു ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഈ എക്സിസ്റ്റ് ചെയ്യുന്ന ഫീൽഡിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നൊരു പ്രതിഭാസമാണ് മനസ്സെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ശരിക്കും മനസ്സ് തലച്ചോറിന് വെളിയിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ തലച്ചോറ് ചില സമയത്ത് ചില ചിന്തകളെ അട്രാക്റ്റ് ചെയ്യുന്നു. അതായത് ഒരു ആൻറ്റിന ഒരു ഈ പ്രപഞ്ചത്തിൽ കൂടെ അല്ലെങ്കിൽ യൂണിവേഴ്സിൽ കൂടെ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന വേവ് ലെങ്സിനെ പിടിച്ചെടുക്കുന്നത് പോലെ നമ്മുടെ ബ്രെയിൻ ഒരു ആൻറ്റിനയായി പ്രവർത്തിച്ചുകൊണ്ട് തോട്ട്സിനെ പിടിച്ചെടുക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ കണ്ടീഷൻസും സിറ്റുവേഷൻസും മാറുന്നതനുസരിച്ച് നമ്മുടെ ആൻറ്റിനെ പിടിച്ചെടുക്കുന്ന സിഗ്നലുകളിലും മാറ്റം ഉണ്ടാവും. അതുകൊണ്ടാണ് ചില സിറ്റുവേഷനുകളിലൂടെ നമ്മുടെ ശരീരം കടന്നു പോകുമ്പോൾ നമ്മൾ വളരെ മോശം ചിന്തകൾ അനുഭവിക്കുന്നതും എന്നാൽ വേറെ ചില സന്ദർഭങ്ങളിലൂടെ നമ്മുടെ ശരീരം കടന്നു പോകുമ്പോൾ വളരെ മനോഹരമായ നല്ല സുഖം കിട്ടുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇതെല്ലാം എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഈ തോട്ട്സ് എല്ലാം. അതിനെ നമ്മൾ എപ്പോൾ അട്രാക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ആൻറ്റിന ഏത് ഫ്രീക്വൻസിയിലോട്ട് വ്യതിചലിക്കുന്നു എന്നുള്ള പോലെ ഇരിക്കും. ഇതൊരു വലിയ സാധ്യതയാണ്. കാരണം ഒരു സ്പിരിച്വൽ ലെവലിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫ്രീക്വൻസിയിലോട്ട് ട്യൂൺ ചെയ്യാൻ പറ്റുമെന്ന് പറയാം നമ്മുടെ ബ്രെയിനിന്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സെൻസിറ്റീവ് ആകുമ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിൽ ഏത് കാലഘട്ടത്തിൽ ജീവിച്ച ഋഷിമാരും അല്ലെങ്കിൽ മഹത് വ്യക്തികളുമായി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയും. കാരണം നമ്മൾ അവരുടെ വേവ് ലെങ്തിലേക്ക് ഒന്ന് ട്യൂൺ ചെയ്താൽ മതി, ഒരു റേഡിയോ ട്യൂൺ ചെയ്യുന്ന പോലെ നമുക്ക് അവരെ ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് പറയും. രമണ മഹർഷി മരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എങ്ങും പോകുന്നില്ല, ഞാൻ എപ്പോഴും ഇവിടെയുണ്ടെന്ന്. കാരണം പ്യുവർ ബോധമായിട്ട് ശുദ്ധബോധമായ അദ്ദേഹം യാഥാർത്ഥ്യമായി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ വേവ് ലെങ്തിലോട്ട് ഒന്ന് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അദ്ദേഹത്തിന് നമുക്ക് ഇൻഫർമേഷൻ പറഞ്ഞു തരാൻ സാധിക്കും. ഇതിനൊരു ഉദാഹരണമായിട്ട് എനിക്ക് ഓർമ്മ വരുന്ന നമ്മളെ ഈ രാമാനുജൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരുന്ന രാമാനുജനെ ഒരുപാട് പേര് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ബേസിക് വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത അദ്ദേഹം മാത്തമാറ്റിക്സിലെ നമ്മളെ ഈ ഫോറിനേഴ്സിനെ സായിപ്പന്മാരെ വരെ ഞെട്ടിച്ച ചില തിയറികൾ ഡിറൈവ് ചെയ്യുകയുണ്ടായി. അത് കാരണം അദ്ദേഹത്തെ ഇവിടുന്ന് ലണ്ടനിലേക്ക് കൊണ്ടുപോയി അവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ച് ആ തിയറിക്കൊരു അടിത്തറയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ഇതിനിടയ്ക്ക് എനിക്കൊന്ന് അദ്ദേഹം TB എന്തോ ബാധിച്ച് മരണപ്പെടുകയൊക്കെ ചെയ്തു. വളരെ ചെറുപ്പത്തിൽ, 35 വയസ്സൊന്നും ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ രാമാനുജൻ ബേസിക് വിദ്യാഭ്യാസം ഇല്ലാതിരുന്നിട്ട് അദ്ദേഹം എന്തുകൊണ്ടാണ് തിയറികൾ ഡിറൈവ് ചെയ്തത്? അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുലദേവത അദ്ദേഹത്തിന് സ്വപ്നത്തിലോ അല്ലാതെയോ വന്ന് ഈ തിയറികൾ പറഞ്ഞു കൊടുക്കും എന്നാണ് അദ്ദേഹം വിശ്വസിച്ചതും അദ്ദേഹം പറഞ്ഞതും അതാണ്. ഞാനത് വേറൊരു രീതിയിലാണ് കാണുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ പറയാം, എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ സോ കോൾഡ് ഫീൽഡ് ഓഫ് കോൺഷ്യസ്നെസ്സിലുണ്ട്. അതിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്യുന്നത് മാത്രമാണ് സംഭവിക്കുക. അദ്ദേഹം അതിലേക്ക് ട്യൂൺ ചെയ്തപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ ചില ചിന്തകളായി അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരികയും അദ്ദേഹം അത് പേപ്പറിലാക്കി അതിന്നും ഒരു അത്ഭുതമായിട്ട് നിലനിൽക്കുകയാണ്. ഇതുപോലെ എത്രയോ സംഭവങ്ങൾ. തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉറങ്ങുന്ന സമയത്ത് ഓർമ്മയിൽ വന്നതാണെന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിക്കോള ടെസ്ല ഒരുപാട് ആശയങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷനിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ നിന്ന് ഉണ്ടായതാണെന്നും ചിന്ത വരുന്നത് പ്രപഞ്ചത്തിൻ്റെ വൈബ്രേഷനിൽ നിന്നാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പോയിൻ്റ് എന്താണ്?
എൻ്റെ പോയിൻ്റ് എന്താണ് മനസ്സെന്നാണ്. അപ്പം മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ബോഡിയുടെ പുറത്തു നിന്ന് നമ്മുടെ മനസ്സിൽ വന്ന് എന്താ പറയുക എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഹാപ്പൻ ചെയ്യുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മനസ്സാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നിങ്ങളൊരു വിരൽ മുറിഞ്ഞു പോയാൽ അത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര വേദനയായിരിക്കും. പിന്നീട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ആ വിരലിൻ്റെ മുറിവ് ഉണങ്ങിക്കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ആ വേദന പോകില്ല. കാരണം പിന്നെ വേദന സംഭവിക്കുന്നത് റിയാലിറ്റിയിലല്ല, നിങ്ങളുടെ മനസ്സിലാണ്. ആ എൻ്റെ വിരൽ പോയല്ലോ എന്നുള്ള ആ ചിന്ത നിങ്ങളെ മരിക്കുന്നവരെയും വേട്ടയാടും. കാരണം അവിടെ ചിന്തയാണ് ആ ഒരു സഫറിങ് നിലനിർത്തുന്നത്. അതുകൊണ്ടാണ് വലിയ വലിയ മഹാത്മാക്കൾ ചിന്തയെ ശ്രദ്ധിക്കാതിരിക്കൂ, ചിന്തയെ ഉപേക്ഷിക്കൂ, ചിന്തയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തൂ എന്നൊക്കെ പറഞ്ഞത്. നോ മൈൻഡ് സ്റ്റേറ്റ് എന്ന് സെൻ ബുദ്ധിസത്തിൽ പൊതുവെ പറയുമ്പോൾ, അതായത് ചിന്തിക്കാതെ ജീവിക്കുക എന്ന് പറയും. അതിനെപ്പറ്റി പറയുമ്പോൾ അവർ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ചിന്ത കാരണമാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സോ ചിന്തയെ പൂർണ്ണമായി അവോയ്ഡ് ചെയ്ത് വളരെ സ്വാഭാവികതയോടുകൂടി ജീവിക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. രമണ മഹർഷിയുടെ കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ അതിൽ കൂടെ ഒരു ഹയർ ലെവൽ ഓഫ് കോൺഷ്യസ്നസ്സിലോട്ടാണ് കടന്നു പോകുന്നത്. രമണ മഹർഷി ഒരു സ്പിരിച്വൽ സൂപ്പർ ഹ്യൂമൻ എന്ന് കണക്കാക്കുകയും ഇന്ന് ഇന്ത്യയിൽ ഫേമസ് ആയ പല സ്പിരിച്വൽ ഗുരുക്കന്മാരും ദൈവത്തെ പോലെ അല്ലെങ്കിൽ അവരുടെ ഗുരുവായി കണ്ട വ്യക്തി രമണ മഹർഷിയായി മാറിയത് അദ്ദേഹം അത്രയ്ക്ക് ഹയസ്റ്റ് ലെവൽ ഓഫ് കോൺഷ്യസ്നസ്സിൽ എത്തിയത് കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീനാരായണ ഗുരു പോലും ഒരു ദൈവത്തെ കണ്ടതുപോലെയാണ് രമണ മഹർഷിയെ കണ്ടിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ രമണ മഹർഷി പറഞ്ഞ കാര്യത്തെ പറ്റി നമുക്ക് നോക്കാം. രമണ മഹർഷി പറയുന്നത് ഈ എക്സിസ്റ്റ് ചെയ്യുന്ന ലോകം മൊത്തത്തിലൊരു ചിന്തയാണെന്നാണ് പറയുന്നത്. നമ്മുടെ തലച്ചോറിനുള്ളിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ചില വാക്കുകൾ, ചില കഥകൾ, ചില ഇമാജിനേഷൻസ് മാത്രമല്ല, നമ്മുടെ ചുറ്റിനും കാണുന്ന റിയാലിറ്റി മൊത്തം എന്താണ്, ഒരു ചിന്തയാണ് അല്ലെങ്കിൽ ഒരു തോട്ടാണ്. ഇതെല്ലാം കൂടി കൺസിസ്റ്റ് ചെയ്യുന്നതാണ് മനസ്സ് എന്നാണ് രമണ മഹർഷി പറഞ്ഞത്. ഉദാഹരണത്തിന് ഈ ഒരു ഫോൺ പോലും ഒരു ചിന്തയാണ്, ഒരു തോട്ടാണെന്നാണ് രമണ മഹർഷി പറയുന്നത്. ഈ ശരീരം ഒരു ചിന്തയാണ്. ഈ നമ്മുടെ ചുറ്റിനുള്ള എല്ലാം ഒരു ചിന്തയാണ്. നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, അറിയുന്നത് ഇതെല്ലാം ഒരു ചിന്തയാണെന്നാണ് രമണ മഹർഷി പറയുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സില്ലാതായി കഴിഞ്ഞാൽ ഇതെല്ലാം ഇല്ലാതെയാകുമെന്നാണ് രമണ മഹർഷിയുടെ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന പ്യുവർ കോൺഷ്യസ്നസ് മാത്രമാണ് ശരിയെന്നും അതിന് പുറത്തുള്ള എല്ലാ കാര്യങ്ങളും ചിന്തയാണ്, തോട്ടാണ്, അല്ലെങ്കിൽ മനസ്സാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ മനസ്സിനെ മൈൻഡ് ചെയ്യണമെന്ന് അദ്ദേഹം പറയും. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് തൊഴുകയും അദ്ദേഹം വയസ്സായി മരിക്കുന്ന സമയത്ത് കരഞ്ഞ ശിഷ്യന്മാരോട് അദ്ദേഹം എപ്പോഴും പറഞ്ഞതാണ്, നിങ്ങൾ എൻ്റെ ശരീരമാണ് ഞാനെന്ന് വിചാരിക്കുന്നു, എന്നാൽ അത് വെറും ഒരു ചിന്തയാണെന്ന് നിങ്ങൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഈ ശരീരം മരിച്ചു കഴിഞ്ഞാൽ ഞാൻ നഷ്ടപ്പെട്ടു പോയെന്ന് നിങ്ങൾ വിചാരിക്കുന്നതെന്ന് പറയും. രമണ മഹർഷി എപ്പോഴും പറയും ശരീരം പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ശരീരത്തിലൂടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന മാറിയിട്ട് പ്യുവർ കോൺഷ്യസ്നസ്സായി എന്തിലും എപ്പോഴും ഉണ്ടാവും. സോ രമണ മഹർഷി നിങ്ങൾക്ക് എവിടെ ഇരുന്നാലും എപ്പോഴും അറിയാൻ സാധിക്കും. ആ ഫ്രീക്വൻസിയിലോട്ടൊന്ന് ട്യൂൺ ചെയ്താൽ മാത്രം മതി. അപ്പോൾ രമണ മഹർഷിയുടെ കാഴ്ചപ്പാടിൽ ഇതെല്ലാം ഒരു തോട്ടാണ്. തോട്ട് ഒരു ഡിസീസായിട്ടും രമണ മഹർഷി ഈ ചിന്ത ഒരു രോഗമാണെന്ന് പറയും. നമുക്കൊരു അസുഖം വരുമ്പോൾ ആ രോഗം പോലും ഒരു ചിന്തയാണെന്നാണ് രമണ മഹർഷി പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ എല്ലാം ഒരു ചിന്തയാണെന്ന് കരുതി തള്ളിക്കളഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് എന്താണോ അതാണ് ശുദ്ധമായ ബോധം, രമണ മഹർഷി പറയുന്നത് വെച്ചിട്ട്. ഇനി നമുക്ക് ജിദ്ദു കൃഷ്ണമൂർത്തിയിലേക്ക് പോകാം. ജിദ്ദു കൃഷ്ണമൂർത്തി തോട്ടിനൊരു ഡിസീസായിട്ടാണ് കണ്ടത്. അതായത് ഒരു രോഗമാണ് ചിന്ത എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കുണ്ടാകുന്ന ഒരു രോഗം ഒരു ചിന്തയാണെന്ന് രമണ മഹർഷി പറഞ്ഞപ്പോൾ ഈ ചിന്ത തന്നെ ഒരു രോഗമാണെന്ന് ജിദ്ദു കൃഷ്ണമൂർത്തി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഒരു ഫിസിക്കൽ റിയാലിറ്റിയാണ്, അതായത് നമ്മുടെ ഈ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഫിസിക്കൽ റിയാലിറ്റി മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ സാധനമായിട്ടാണ് പലപ്പോഴും ജിദ്ദു കൃഷ്ണമൂർത്തി തോട്ടിനെ പറ്റി അല്ലെങ്കിൽ ചിന്തയെ പറ്റി സംസാരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മനസ്സിനെ പറ്റി സംസാരിച്ചിട്ടുള്ളത്. ഈ ചിന്തയെ നമുക്ക് ഡിസോൾവ് ചെയ്ത് കളയാൻ സാധിക്കുന്നു അദ്ദേഹം എപ്പോഴും പറയുന്നത്. അതായത് ഒരു ചിന്തയിൽ നിന്ന് മറ്റൊരു ചിന്തയിലോട്ട് ചാടാതെ ഒരു ചിന്ത വരുമ്പോൾ അതിനെ വെറുതെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനെ ജഡ്ജ് ചെയ്യുകയോ വാലിഡേറ്റ് ചെയ്യുകയോ അതിനെ മൂവ് ചെയ്യാനോ ഡിസോൾവ് ചെയ്യാനോ ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വേറൊരു ചിന്തയാണ് ചെയ്യുന്നത്, വേറൊരു അറ്റംപ്റ്റാണ് ചെയ്യുന്നത്, നമ്മുടെ ഒബ്സർവറാണ് അത് ചെയ്യുന്നത്. ഒബ്സർവർ ഈസ് ദി ഒബ്സർവ്ഡ് എന്നാണ് പറയുന്നത്. അതായത് ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരെയാണ്. അപ്പോൾ ആ ചിന്തയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന, ആ ചിന്തയെ വാലിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന, ആ ചിന്തയെ മാറ്റാൻ ശ്രമിക്കുന്നത്, ആ ചിന്ത നല്ല ചിന്തയാണോ മോശം ചിന്തയാണോ എന്നൊക്കെ പറയുന്നത് വേറൊരു ചിന്തയാണ്. ആ ചിന്തയാണ് നമ്മുടെ സെൽഫ് ഐഡൻറ്റിറ്റി, ഞാനെന്ന് പറയുന്ന ഭാവം. സോ ആ സെൽഫ് ഐഡൻറ്റിറ്റിക്ക് ഒരു ഗ്യാപ്പ് കൊടുക്കാതെ നിങ്ങളുടെ മനസ്സിൽ ഏത് തോട്ടാണോ ആദ്യം റൈസ് ചെയ്യുന്നത് ആ ചിന്തയായിട്ട് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ചിന്ത ഡിസോൾവ് ആയി പോകുമെന്നാണ് പറയുന്നത്. ജീവിതത്തിൻ്റെ പല കാലഘട്ടത്തിൽ ആങ്സൈറ്റി കൊണ്ട് വലഞ്ഞ എനിക്ക് എൻ്റെ ആങ്സൈറ്റിയെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ആങ്സൈറ്റി ഡിസോൾവ് ചെയ്യാൻ സഹായിച്ചൊരു കാര്യം ജിദ്ദു കൃഷ്ണമൂർത്തി പറഞ്ഞ ഈ ഒരു കാര്യമാണ്.
അതായത് എനിക്കൊരു ആങ്ഷ്യസ് ആയ ഒരു തോട്ട് വരുമ്പോൾ ഞാൻ ആ തോട്ടിൽ തന്നെ ഇരിക്കും. അയ്യോ ഇതൊരു ആങ്സൈറ്റി ആണേ, അല്ലെങ്കിൽ ഈ ആങ്സൈറ്റിയെ മാറ്റണമേ, ഇതിനടുത്ത് ഇങ്ങോട്ടാക്കണമേ അങ്ങോട്ടാക്കണമേ, ഇത് നല്ല ചിന്തയാണോ മോശം ചിന്തയാണോ, അല്ലെങ്കിൽ ഈ ചിന്തയിൽ ഞാനിങ്ങനെ ഇരിക്കണോ എന്നൊക്കെ വീണ്ടും വേറൊരു ചിന്ത കൊണ്ടുവരാതെ ഫസ്റ്റ് ഒരു മോശം വളരെ ആങ്ഷ്യസ് ആയിട്ടുണ്ടാകുന്നൊരു ചിന്ത, ഒരു മനസ്സിൻ്റെ ഒരു പ്രതിഭാസം സംഭവിക്കുമ്പോൾ ആ പ്രതിഭാസത്തിൽ തന്നെ ഇരിക്കാൻ ഞാൻ ശ്രമിക്കും. ആ പ്രതിഭാസത്തിൽ തന്നെ ഇരിക്കും, ഞാൻ ശ്രമിക്കുന്നല്ല ഇരിക്കും. പലപ്പോഴും അതെനിക്ക് വലിയ എന്താ പറയുക, ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ തന്നിട്ടുണ്ട്. അതെല്ലാം ഇപ്പോഴും നടക്കണമെന്നില്ല, ബട്ട് ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു എനി വൺ. ചില സമയത്ത് ഡിവിഷൻ തന്നെ ഉണ്ടായിപ്പോവും. എന്നുവെച്ചാൽ ഡിവിഷൻ തന്നെ ഇല്ലാതായി പോകും, ഉണ്ടായിപ്പോകുന്നല്ല ഇല്ലാതായി പോകും. അതായത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നു, ഈ വീഡിയോയിൽ നിങ്ങൾ എന്നെ കാണാൻ, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് എന്നെ കാണുകയാണ്. ഞാനൊരാളാണ്, നിങ്ങൾ വേറൊരാളാണ്, ഒരു ചിന്ത നിങ്ങൾക്കുണ്ട്. ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഞാനൊരാളാണ്, നിങ്ങൾ മറ്റൊരാളാണെന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. ചിന്ത അത് യാഥാർത്ഥ്യമല്ല, ഒരു ചിന്തയാണ്, ഒരു തോട്ടാണ്, അതൊരു മൈൻഡിൻ്റെ കളിയാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ സെൽഫ് ഐഡൻറ്റിറ്റി, ഞാനെന്ന് പറയുന്ന ഭാവം, അതൊരു ചിന്തയാണ്. അതായത് ഞാൻ ഇന്ന ആളാണ്, എനിക്കിതൊക്കെയാണ് ഇഷ്ടം, ഞാൻ ഇന്ന സ്ഥലത്ത് ജീവിക്കുന്നു, എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട്, എൻ്റെ പേരിതാണ്, എൻ്റെ ജോലി ഇതാണ്, എൻ്റെ ആഗ്രഹം അതാണ്. ഇതെല്ലാം മനസ്സിനകത്തുള്ള, നിങ്ങളുടെ തലച്ചോറിനകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള ഒരു ചിന്ത മാത്രമാണ്. ആ ചിന്തയെല്ലാം യാഥാർത്ഥ്യമാണെന്ന് വിചാരിക്കുമ്പോഴാണ് പ്രശ്നമുണ്ട്. അപ്പം എൻ്റെ ഉള്ളിൽ ഈ ചിന്തയിൽ ഞാനെന്നൊരാളുണ്ടെങ്കിൽ പുറത്ത് കാണുന്ന എന്ത് മറ്റൊരാളായിട്ട് എനിക്ക് കാണാൻ പറ്റും. കാരണം ഞാൻ ഓൾറെഡി ഒരു ഐസൊലേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഐസൊലേഷൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഒരു ചിന്ത പൂർണ്ണമായി ഡിസോൾവ് ആയി പോയാൽ എന്ത് സംഭവിക്കും? പിന്നെ എന്നെയും എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആളെയും ഡിസോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഫാക്ടർ ഇവിടെ ഇല്ല. ആ ഫാക്ടർ ഇവിടെ ഇല്ലാതാവുമ്പോൾ എന്താണ്? വി ആർ സെയിം. അതായത് എൻ്റെ ഉള്ളിലുള്ള ചിന്തകളാണ് എന്നെ മറ്റൊന്നിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു വികാരം ഉണ്ടാകുമ്പോൾ അതൊരു പേടിയാവാം, ഒരു സന്തോഷമാവാം, സുഖമാവാം, ആങ്സൈറ്റി ആവാം, എന്ത് തരത്തിലുള്ള വികാരമല്ല, വികാരം ഉണ്ടാകുമ്പോൾ ആ വികാരം വേറെയാണ്, ആ വികാരം അനുഭവിക്കുന്ന ഞാൻ വേറെയാണ്. ഇത് രണ്ടാൾക്കാരാണെന്ന് ഫീൽ ചെയ്യിക്കുന്നത് ആ ചിന്തയാണ്. എന്നുവെച്ചാൽ ആ വികാരം തന്നെ ഒരു ചിന്തയായിട്ട് തന്നെ വയ്ക്കുക. അതുപോലെ തന്നെ ഈ വികാരം അനുഭവിക്കുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ടെന്നൊരു വേറൊരു ചിന്തയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ചിന്തയും മറ്റേ ചിന്തയും തമ്മിൽ ഈ ഫൈറ്റ് കിടക്കുകയാണ്. തോട്ടം തമ്മിലാണ് ഫൈറ്റ് കിടക്കുന്നത്. അല്ലാതെ ശരിക്കും അവിടെ നിങ്ങളെന്നൊരാളില്ല എന്നുള്ള സത്യം നീ മനസ്സിലാക്കുക. അതായത് ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ചിന്തയും തമ്മിൽ നടക്കുന്ന ഫൈറ്റിൽ നിങ്ങൾ ഇൻവോൾവ് ആവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ശരിക്കും വെറുതെ ഇരിക്കാൻ സാധിക്കും. വെറുതെ ഇരിക്കാൻ സാധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വെറുതെ ഇരിക്കാൻ സാധിക്കുമ്പോൾ ഈ ചിന്തകൾ തമ്മിലുള്ള ഫൈറ്റ് ചിന്തകൾ തന്നെ അവസാനിപ്പിച്ച് മിണ്ടാതിരിക്കുന്നതായിട്ടാണ് എൻ്റെ അനുഭവം. ഇത് തന്നെയാണ് നമ്മുടെ ജിതു കൃഷ്ണമൂർത്തി പറഞ്ഞതായിട്ടാണ് എൻ്റെ അറിവ്. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആയിരുന്നു. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇംഗ്ലീഷൊക്കെ. കാരണം അദ്ദേഹം പല ഇംഗ്ലീഷ് വാക്കും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടേംസിലല്ല ഉപയോഗിക്കുന്നത്. അദ്ദേഹം ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്ക് വേറൊരു അർത്ഥമായിരിക്കും അദ്ദേഹം കാണുന്നത്. നമ്മൾ ഡിക്ഷണറിയിൽ മനസ്സിലാക്കി വെച്ചേക്കുന്ന ഉദ്ദേശമായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിന് കോമൺലി നമ്മൾ എഗ്രീഡ് അപ്പോൺ ചെയ്യുന്ന ഒരു അർത്ഥമായിരിക്കില്ല അദ്ദേഹം കാണുന്നത്. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. നിങ്ങളെല്ലാവരും വാട്സാപ്പ് വഴിയൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾക്ക് അയക്കുന്ന ഒരു ഫോട്ടോയുണ്ട്, ഒരു ഡ്രസ്സിൻ്റെ ഫോട്ടോ. ആ ഡ്രസ്സിൻ്റെ ഫോട്ടോയിൽ ഓരോ വ്യക്തികളും ഓരോ നിറമാണ് കാണുന്നത്. അതായത് ഞാൻ കാണുന്ന നിറമായിരിക്കില്ല നിങ്ങൾ കാണുന്നത്. പക്ഷേ ഫോട്ടോ മാറുന്നില്ല, ഫോട്ടോ ഒരൊറ്റ ഇതാണ്. ഞാൻ ആ ഫോട്ടോ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി. അപ്പോൾ അത് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഓരോരുത്തരും ഓരോ നിറം കാണുന്നത് എന്തുകൊണ്ടാണ്? എന്തേ ഒരേ നിറം എല്ലാവരും കണ്ടില്ല? അപ്പോൾ നമ്മൾ ജീവിതത്തിൽ എല്ലാത്തിനും നമ്മളിങ്ങനെ ആയിരിക്കും കാണുന്നത്. നമ്മൾ കാണുന്നതായിരിക്കില്ല മറ്റൊരാൾ കാണുന്നതെന്നുള്ള യാഥാർത്ഥ്യമാണ്. കാര്യം എന്താണ്? ആ ഒരു പിക്ചർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും. എന്നാൽ നമ്മൾ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ചുറ്റും കാണുമ്പോൾ, ഒരു ചെടിയെ കാണുമ്പോൾ ആടെ നീ കളറാണോ കാണുന്നത്, അല്ലെങ്കിൽ നീ മറ്റേ കളറാണോ കാണുന്നത്, നമ്മളങ്ങനെ ചോദിക്കാറില്ല. ചിലപ്പോൾ ഞാൻ പച്ച എന്ന് പറയുന്ന കളർ നിങ്ങൾ ഒരു വസ്തു, പച്ച നിറത്തിലുള്ളൊരു വസ്തു, എനിക്ക് പച്ച നിറത്തിൽ കാണുന്നൊരു വസ്തു എടുത്ത് വെച്ചേക്കുകയാണ് ഞാൻ. ഇതാണ് പച്ച നിറമെന്ന് എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്. മറ്റേ ആൾക്കും ഞാൻ പറയട്ടെ ഇതാണ് പച്ച നിറം. അപ്പോൾ മറ്റേ ആളും പറയണം അത് തന്നെ പച്ച നിറം. അയാളും ഞാനും ഒരു കോമൺ ആയിട്ടുള്ളൊരു എഗ്രിമെൻറ്റിലാണ്. അതായത് ഈ വസ്തുവിൻ്റെ നിറം എന്തോ അതാണ് പച്ച. പക്ഷെ ഞാൻ കാണുന്ന അതേ സാധനമാണോ അല്ലെങ്കിൽ അതേ നിറമാണോ അദ്ദേഹം കാണുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇതിൻ്റെ നിറം എന്താണോ
അതിനെ പച്ച എന്ന പേരിട്ട് നമ്മൾ വിളിക്കുകയാണ് ഞാനും അദ്ദേഹവും. പക്ഷേ ശരിക്കും അതിൻ്റെ നിറം എന്താണ്? ഞാൻ കാണുന്ന അതേ നിറമാണ് അദ്ദേഹം കാണുന്നത്? നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. ഇതെല്ലാം മനസ്സിൻ്റെ കളികളാണ്. അപ്പം തോട്ടാണ് ഇവിടെ എല്ലാം വർക്കൗട്ട് ആവുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട്. മേ ബി വേണ്ട, നമുക്കിതിവിടെ ഈ ഒരു ഇതൊന്ന് മാറി നമുക്ക് വേറൊരു രീതിയിൽ സംസാരിക്കാം. അതായത് ഈ ഡേവിഡ് ബോം എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു തിയററ്റിക്കൽ ഫിസിസിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ജിത്തു കൃഷ്ണമൂർത്തിയുമായിട്ടുള്ള ഒരുപാട് സംസാരിക്കുകയും ഒരുപാട് ശാസ്ത്രീയ ഡിസ്കഷൻസ് നടത്തുകയും അതിൽ നിന്ന് അദ്ദേഹം പിന്നീട് ഒരു യൂണിഫൈഡ് തിയറിയൊക്കെ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. പിൽക്കാലത്ത് ജിത്തു കൃഷ്ണമൂർത്തിയുടെ അതേ നിലവാരത്തിലെത്തിയ ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത്, ഡേവിഡ് ബോം. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസും ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അദ്ദേഹവും ചിന്ത ഒരു ഫിസിക്കൽ റിയാലിറ്റി ആണെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഈ കാണുന്ന റിയാലിറ്റിയിൽ ഇതൊരു ഫിസിക്കൽ വസ്തുവാണ്, ഒരു വസ്തുവാണിത്. ഇതുപോലെ തന്നെ ഒരു ഫിസിക്കൽ സാധനമാണ് ചിന്ത എന്നാണ് പറയുന്നത്. ചിന്തകൾ കൂടുന്ന ഒരു ബണ്ടിലിന് മനസ്സെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിനെ ഡിസോൾവ് ചെയ്യാൻ പറ്റുമെന്ന് അവർ അവകാശപ്പെടുന്നു. ഞാൻ പേഴ്സണലി മനസ്സിലാക്കിയ ചില കാര്യങ്ങളും കൂടി ഞാൻ പറയാം. ഞാൻ പേഴ്സണലി മനസ്സിലാക്കിയ ഒരു കാര്യം, ചിന്ത ഒരു പ്രതിഭാസമാണ്. അതായത് തന്നെത്താനെ സംഭവിക്കുന്ന ഒരു ഹാപ്പനിങ് ആണ് ചിന്ത. അതിനെ നമ്മൾക്ക് ആർക്കും നിയന്ത്രിക്കാൻ സാധിക്കില്ല. നമ്മുടെ സിറ്റുവേഷൻസും സാഹചര്യങ്ങളും മാറുന്നതനുസരിച്ച് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന ചിന്തകൾ മാറിയെന്നിരിക്കാം. ഈ ചിന്തയ്ക്ക് ശ്വാസോച്ഛ്വാസം പോലെ തന്നെ ഒരു സിമിലർ ക്വാളിറ്റി ഉണ്ട്. അതായത് നമുക്ക് ഓട്ടോമേഷനിൽ ചിന്തകൾ തന്നെത്താനെ വരികയും പോവുകയും ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് വോളണ്ടറി ആയിട്ട് ചില ചിന്തകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചില ചിന്തകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊരു ചിന്ത നമ്മൾക്കുണ്ട്, ഒരു ധാരണ നമ്മൾക്കുണ്ട്. സത്യമാണെന്നില്ല. അപ്പോൾ നമുക്ക് ചില ചിന്തകളിൽ ഫോക്കസ് ചെയ്യാനും ചില ചിന്തകളിൽ പിടിച്ചിരിക്കാനും സാധിക്കും. നമ്മുടെ വില്ലിൻ്റെ ഒരു പവറും നമ്മുടെ ഒരു ചിന്തയ്ക്ക് കൊടുക്കുന്ന ഫോക്കസും ചിലപ്പോൾ ആ ചിന്ത റിയാലിറ്റി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോഴും ജീവിതത്തിൽ വളരെ ആങ്ഷ്യസ് ആയിട്ട് വിചാരിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, അത് റിയാലിറ്റി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ വളരെ ഇൻറ്റൻസ് ആയിട്ട് ആ ഒരു ചിന്തയിൽ കയറി പിടിക്കുകയാണ്. അതേസമയം ആ ചിന്തയെ വെറുതെ വിടും, അതങ്ങ് മാഞ്ഞു വെക്കോളും. ഒരുപാട് ചിന്തകൾ എല്ലാ ദിവസവും, ലക്ഷക്കണക്കിന് ചിന്തകളാണ് ഒരു ദിവസം ഒരു മനുഷ്യൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ ചിന്തകൾക്ക് ബലം കൊടുക്കുന്നു, അതിൽ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴാണ് അതിന് ബലം കൊടുക്കുന്നത്. അപ്പോഴാണ് അത് റിയാലിറ്റി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ. ഈ ചിന്തകളാണ് നമ്മൾ പലപ്പോഴും, അല്ലെങ്കിൽ ഈ മനസ്സിനെയാണ് പലപ്പോഴും നമ്മൾ സ്വപ്നമായിട്ട് കാണുന്നത്. ആ സ്വപ്നം കാണുന്ന സമയത്ത് നമുക്കത് യാഥാർത്ഥ്യമായിട്ട് തോന്നും. പിന്നീട് ഉണർന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് യാഥാർത്ഥ്യമല്ല, ഇത് വേറെ സ്വപ്നമായിട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഫിസിക്കൽ റിയാലിറ്റി, നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ കാണുന്നത് നമ്മൾ വിചാരിക്കുന്ന ഈ ഫിസിക്കൽ റിയാലിറ്റിയും ചിലപ്പോൾ ഒരു ചിന്തയായിക്കൂടെ? നമ്മൾ ശരിക്കും ശുദ്ധബോധത്തിലേക്ക് ഉണരുമ്പോൾ, രമണ മഹർഷി പറഞ്ഞ പോലെ നമ്മുടെ ഐത്തോട്ട് ഡിസോൾവ് ആകുമ്പോൾ ആ ഒരു ഉണർച്ച സംഭവിക്കുമ്പോഴായിരിക്കും ശരിക്കും നമുക്ക് ഇതൊരു സ്വപ്നമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളതിനെ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരു സ്വപ്നം കാണുമ്പോൾ ആ പേടിപ്പെടുന്ന സ്വപ്നത്തിൽ നിങ്ങൾ ഭയങ്കരമായി പേടിക്കും. എന്നാൽ ഉണർന്നു കഴിഞ്ഞാലോ, അപ്പോഴാണ് സ്വപ്നമായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നതും. ഉണർന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ. അതുവരെയും നമ്മൾ ആ സ്വപ്നം സത്യമാണെന്ന് വിചാരിക്കും. ഉണർന്ന് കഴിയുമ്പോൾ എന്താണ്? ഉണർന്ന് കഴിയുമ്പോൾ അത് സ്വപ്നമാണെന്ന് തിരിച്ചറിയുക. ആ സ്വപ്നമാണെന്ന് തിരിച്ചറിയുന്ന ആ ഒരു സെക്കൻഡിൽ ആ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യത്തിൻ്റെ പവർ പോയി. കാരണം അത് ഒറിജിനലല്ല, അത് യാഥാർത്ഥ്യമല്ല, നമുക്ക് മനസ്സിലായി. ഇപ്പോൾ രമണ മഹർഷിയൊക്കെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റിനും സംഭവിക്കുന്ന ഈ കാര്യവും യാഥാർത്ഥ്യമല്ല എന്ന് മനസ്സിലായി കഴിയുന്ന ആ ഒരു മൊമെൻറ്റ്, ആ ഒരു ഉണർച്ച, ആ ഒരു എവേക്കനിങ്, ആ ഒരു എൻലൈറ്റൻമെൻറ്റ് നമുക്ക് സംഭവിക്കുമ്പോൾ ഈ ചുറ്റിനുള്ള പിടിവള്ളികളെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുമായിരിക്കും. രമണ മഹർഷിയെ പറ്റി നേരത്തെ എപ്പോഴും ഞാൻ കോട്ട് ചെയ്യുന്ന ഒരാളാണ് രമണ മഹർഷി. രമണ മഹർഷിയുടെ ജീവിതവുമായി അത്രയ്ക്ക് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പുള്ളിയെ പറ്റി പറയുന്നത്. ഇപ്പം ജോർജ് സാറിനെ പറ്റി പറയാം, ജോർജ് വി മാത്യു. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളെപ്പറ്റി ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞൊരു കാര്യം എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് കിടക്കുന്നൊരു കാര്യമാണ്. അദ്ദേഹത്തോട് ഞാൻ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, സാറ് മെഡിറ്റേഷൻ ചെയ്യാറുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മെഡിറ്റേഷൻ ചെയ്യാറില്ല. പിന്നെ എന്താണ് ചെയ്യാറെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും രാവിലെ ഒരു 1 മണിക്കൂറോളം വെറുതെ ഇരിക്കും. അപ്പോൾ ഞാൻ സാർ അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റും? നമ്മൾ മനസ്സിലിങ്ങനെ ചിന്തകൾ വരെയല്ലേ? സാറ് പറഞ്ഞു, ചിന്തകൾ വരട്ടെ, അപ്പം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് സ്ട്രൈക്കായെന്ന് എനിക്കറിയില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്. വരുന്ന കാര്യങ്ങളെല്ലാം വരുന്നത് പോലെ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ അവെയറായാൽ മതി. ചിന്ത വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നു, നമ്മൾ ജീവിക്കുമ്പോൾ ജീവിക്കുന്നു, അങ്ങനെ അവെയറായാൽ മാത്രം മതി. ഇതെല്ലാം സംഭവിച്ച് പയ്യെ ചിന്തകൾ ഈ ഒരു കലങ്ങിക്കിടക്കുന്ന കുളം കുറേ നേരം ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുമ്പോൾ തെളിഞ്ഞ് സെറ്റിലാകുന്നത് പോലെ തന്നെ
നമ്മുടെ മനസ്സും ശാന്തമാവും. ശാന്തമായി ചിലപ്പോൾ ചിന്ത പൂർണ്ണമായും ഡിസോൾവ് ആയി പോകും. രമണ മഹർഷി എന്നെ എപ്പോഴോ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിന് എൻലൈറ്റ്മെൻറ്റ് കിട്ടിയതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് ചിന്തകൾ വരാറുണ്ടെന്ന് ആരോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇടയ്ക്ക് ചില ചിന്തകൾ വന്ന് പോകാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് അവർ ചോദിച്ചു, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ഒന്നും ചെയ്യാറില്ല. ഞാനെന്ത് ചെയ്യാൻ ഞാനിവിടെ ഇല്ലല്ലോ. ചിന്ത വരുന്നു പോകുന്നു, അത് ചിന്തയുടെ കാര്യം, എനിക്കതിലൊരു കാര്യമില്ല. അത്രേ ഉള്ളൂ. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ചിന്തകൾ കുറയും. ചിന്തകളില്ലെങ്കിൽ മനസ്സില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള സഫറിങ്ങും ഇല്ല. ഈ റിയാലിറ്റിയിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ അപ്പോഴും സംഭവിച്ചിരിക്കുക. കർമ്മം സംഭവിക്കും. ഈ ഒരു ഡ്രാമ ഇവിടെ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ അത് നിങ്ങളെ യാതൊരു തരത്തിലും ബാധിക്കാത്തൊരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സന്ദർഭം ഉണ്ടാകും എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. ഈ മനസ്സിൻ്റെ ചില കൽപ്പനകളെ പറ്റി പറയാം. അതായത് എല്ലാ ആങ്സൈറ്റി ഡിപ്രഷൻ ഉണ്ടാകുന്ന എല്ലാ മനുഷ്യനും മനസ്സാണ് ഈ ആങ്സൈറ്റി ഡിപ്രഷൻ ഉണ്ടാകുന്നത്. എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ തന്നെ ഞാൻ പറയാം, നമ്മുടെ സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ, നമ്മുടെ ഉള്ളിലെ ഞാനെന്ന് പറയുന്ന ആ ഒരു ചിന്ത, ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ, അത് കൂടി നിൽക്കുന്ന സമയത്താണ് നമ്മൾക്ക് ഈ ആങ്സൈറ്റി ഡിപ്രഷനൊക്കെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ബൈപ്പോളാർ, ഷിസോഫർണിയ, ഇത്തരം സിറ്റുവേഷൻസ് പോലും ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ സെൽഫ് ഐഡൻറ്റിറ്റി, നമ്മുടെ മനസ്സിൻ്റെ പിടി നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോഴാണ്. ഈ മനസ്സിനെ കൺട്രോൾ ചെയ്ത് മനസ്സിൻ്റെ പിടി അങ്ങോട്ട് മാറ്റിക്കളഞ്ഞ് ഇതൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല. മനസ്സിനെ വെറുതെ വിടുക എന്നുള്ള ഒറ്റ ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ. മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നവരും അതിൻ്റെ ശക്തി കൂടിക്കൊണ്ടേയിരിക്കും. ഇതൊരു ലൂപ്പാണ്, ഇതൊരു പാരഡോക്സാണ്, ഇതൊരു വിരോധാഭാസമാണ്. അതായത് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നോക്കിയാൽ മനസ്സിൻ്റെ പിടിമുറുക്കം കൂടിക്കൊണ്ടിരിക്കും. കാരണം ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നത് തന്നെ മനസ്സാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഐ ഹോപ്പ് യു ഗെറ്റ് ഇറ്റ്. പിന്നെ മനസ്സിൻ്റെ വേറൊരു പ്രശ്നം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുക. ഇനി ഇപ്പം തന്നെ അവസാനിപ്പിക്കാനാണ് തോന്നുന്നത്, എന്നാലും ഞാൻ ഒന്നുകൂടെ പുഷ് ചെയ്യുകയാണ് ഈ ഒരു ഫീലിങ്ങിനെ, ഈ ഒരു പറയാനുള്ള ഒരു ത്വരയെ. നമുക്കെപ്പോഴും ഡൗട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. മനസ്സാണ് ഡൗട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിന് ഉത്തരം കണ്ടെത്തി ഡൗട്ട് സോൾവ് ചെയ്യുന്നതും ആരാണ്? മനസ്സാണ്. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇതൊരു ലൂപ്പാണ്, ഇതൊരു ചുരുളിയാണ്. മനസ്സ് തന്നെ സംശയം ഉണ്ടാക്കുന്നു, മനസ്സ് തന്നെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അതുകൊണ്ട് സംഭവിക്കുന്നത് നമ്മൾ ഈ കുംഭകർണനെ ആഹാരം കഴിപ്പിക്കാൻ നോക്കുന്നത് പോലെയാണ്. അതായത് ഒരു അണ്ടകടാഹത്തിലേക്ക് ആഹാരം ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. ആ ആഹാരം ഇങ്ങനെ വീണ് പതിഞ്ഞ് പോകും തോറും ആഹാരം നഷ്ടപ്പെടുന്നതല്ലാതെ വിശപ്പ് മാറുന്നില്ല. അത്രേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ മനസ്സ് ചോദിക്കുന്ന ചോദ്യത്തിന് മനസ്സുകൊണ്ട് തന്നെ നമ്മൾ ഉത്തരം കൊടുക്കുന്നു. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? മനസ്സിൻ്റെ ശക്തി കൂടുന്നു, മനസ്സ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു, മനസ്സ് കൂടുതൽ ആ ലൂപ്പിനെ, ആ ഒരു ചുരുളിയെ, ആ ഒരു വിരോധാഭാസത്തെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ എത്രത്തോളം മൈൻഡിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നോ അത്രത്തോളം മൈൻഡ് ശക്തി പ്രാപിക്കുകയും, കാരണം ഒരിക്കലും മനസ്സിന് സമാധാനം ഉണ്ടാകാൻ പോണില്ല. മനസ്സിന് ഒരിക്കലും ഒരു ഉത്തരത്തിനും തൃപ്തി കിട്ടാൻ പോണില്ല. ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ മനസ്സ് അടുത്ത ചോദ്യമായിട്ട് വരും. കാരണം ആരാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? മനസ്സാണ്. ആരാണ് ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നത്? അത് മനസ്സാണ്. അപ്പം മനസ്സിൻ്റെ സംശയങ്ങൾക്ക് ഉത്തരം ഇരുന്നിരുന്ന് ഇതിനൊരു അവസാനം, ഇതിനൊരു സമാധാനം, ഇതിനൊരു സ്വസ്ഥത കണ്ടെത്താമെന്ന് ദേവി ഇത് വിചാരിക്കരുത്. ആ വിചാരം പോലും മനസ്സിൻ്റെ ഒരു ജൽപ്പനയാണ്. മനസ്സിൽ നിന്ന് വെളിയിലേക്ക് വരിക. മനസ്സിൽ നിന്ന് വെളിയിലേക്ക് വരാൻ വേണ്ടി മനസ്സുകൊണ്ട് തന്നെ ഒരു ഇമാജിനേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയല്ല പറയുന്നത്. അത് വീണ്ടും ലൂപ്പിനെ കറക്കുന്നതാണ്. മനസ്സിനെ പറ്റി വെറുതെ അവെയർ ആവുക. ചിന്തകൾ വരട്ടെ, അവെയർ ആവുക. മനസ്സിങ്ങനെ ഓടട്ടെ, ഓടിക്കോളൂ, എൻ്റെ കൂടെ ഓടാതിരിക്കുക. റിലാക്സ് ആവുക. റിലാക്സ് ആവാൻ ശ്രമിക്കുന്നത് പോലും ആരാണ്? മനസ്സാണ്. പകരം മനസ്സിനെ വെറുതെ വിട്ടാൽ മാത്രം മതി. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മനസ്സ് എന്ന് പറയുന്നത് ഞാനെന്ന് പറയുന്ന ഭാവമാണ്, ഐത്തോട്ടാണ്. അപ്പം ഈ മനസ്സ് ചെയ്യുന്ന ആക്ടിവിറ്റി എല്ലാം ഈ ഐയുടെ സെൽഫിൻ്റെ ആക്ടിവിറ്റിയാണ്. സെൽഫിൻ്റെ ആക്ടിവിറ്റി എല്ലാം സെൽഫിനെ ഊട്ടി ഉറപ്പിക്കാനേ നോക്കുള്ളൂ. സ്വയം മരിക്കാൻ മനസ്സോ ചിന്തകളോ റെഡിയല്ല. അവർ നമ്മൾക്കെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമ്മൾ അവരെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിലനിൽപ്പുണ്ടോ? എല്ലാ മനുഷ്യൻ പോലും നമ്മളൊരാൾ കൊല്ലാമെന്ന് നമ്മൾ എന്നാൽ നീ കൊന്നെന്ന് പറഞ്ഞാൽ വെറുതെ നടിക്കൂ. നമ്മൾ സർവൈവലിന് വേണ്ടി ഫൈറ്റ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ അവസാനം അടുത്തിട്ട് നമ്മൾ വെറുതെ നമ്മളെ കൊല്ലുകയും ചെയ്യുമായിരിക്കും ആൾ. അതുപോലെ തന്നെ മനസ്സും ചാകുമായിരിക്കാം ഒരിക്കൽ. പക്ഷെ അതുവരെ ചാവാതിരിക്കാൻ പരമാവധി മനസ്സ് ശ്രമിക്കും. തൻ്റെ നിലനിൽപ്പ് ഇല്ലാതാവാതിരിക്കാൻ
മനസ്സ് പരമാവധി ശ്രമിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കും, നമ്മളെ ഇൻ്റലക്റ്റ് എന്ന് പറയുന്നത് ചിന്തയെ ഫീഡ് ചെയ്യുന്നതല്ല. ഇൻ്റലക്റ്റ് ചിന്തയ്ക്ക് പുറത്താണ്. യഥാർത്ഥ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ചിന്തയുടെ അപ്പുറത്താണ്. സോ ചിന്തയെ ഇങ്ങനെ ഫീഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്ന പലരിലും കാണാറുള്ളൊരു കാര്യമാണ്, അവർക്ക് എത്ര സംശയത്തിന് ഉത്തരം കൊടുത്താലും തൃപ്തി വരില്ല. കാരണം അവരുടെ മനസ്സാണ് ഈ സംശയം ചോദിക്കുന്നത്. ആ ഉത്തരം കൊടുക്കുന്നതും തിരിച്ചു കൊടുക്കുന്നതും മനസ്സാണ്. അത് മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇത് ഉപയോഗപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു.